ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് വിശദീകരിക്കാനോ വിശകലനം ചെയ്യാനോ സാധിക്കാത്ത വിധത്തിൽ ചില വിഷയങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി പ്രഭാവത്തെക്കുറിച്ചാണ്. ചരിത്രകഥകളോ മറ്റു സാമൂഹിക ബന്ധപ്പെടലുകളോ ഒന്നും ഇല്ലാതെ പച്ചയായ ആ മനുഷ്യൻ്റെ യഥാർത്ഥ പ്രതിച്ഛായ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മളൊക്കെ ഓരോ വ്യക്തികളാണ്. ഞാൻ എന്നത് ഒരു വ്യക്തിയാണ്. എൻ്റെ മുന്നിൽ കാണുന്നവരൊക്കെ ഇങ്ങനെ ഓരോ വ്യക്തിത്വങ്ങളാണ്. ഇതൊക്കെ മനുഷ്യൻ്റെ സഹജമായ സ്വഭാവങ്ങളാണ്. ആ ഗുണങ്ങളാണ് അവൻ സമൂഹത്തിൽ പ്രകടിപ്പിക്കുന്നത്. ഓരോരുത്തരും അവരുടെ വ്യക്തിത്വത്തിൻ്റെ തോതനുസരിച്ച് അവരുടെ പ്രവൃത്തികളാൽ അവരുടെ സ്വഭാവങ്ങളെ സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ സാക്ഷാൽ നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വ്യക്തി പ്രഭാവത്തിനുടമയാകുന്നത് എന്ന് നമുക്കൊന്ന് നിരീക്ഷിച്ചാലോ. നോക്കൂ, സൂര്യന് നേരെ അത് വേണ്ട, നമ്മളൊരു സപ്തവർണ്ണങ്ങൾ, സൂര്യന് സപ്തവർണ്ണങ്ങളാൽ വർണ്ണങ്ങളുണ്ട് എന്നാണല്ലോ പറയുക. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇങ്ങനെ തുടങ്ങിയ സപ്തവർണ്ണങ്ങളാണ് പ്രകാശത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ആ വർണ്ണങ്ങൾ ഒരു വർണ്ണക്കടലാസിൽ നമ്മൾ പകർത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഒരു ടോർച്ച് അടിച്ചാൽ, മിന്നിച്ചാൽ, ഈ വർണ്ണങ്ങളൊക്കെ അതിൻ്റെ സ്വഭാവത്തോടു കൂടി നമുക്ക് കാണാനാവും. ചുവപ്പ് വർണ്ണത്തിൻ്റെ അടുത്ത് ടോർച്ച് പ്രകാശിപ്പിക്കുമ്പോൾ ചുവന്ന ലൈറ്റ് നമുക്ക് കാണും. അതുപോലെ തന്നെ പച്ചയുടെ അടുത്ത് നമുക്കത് ടോർച്ച് തെളിയിക്കുമ്പോൾ പച്ച നിറത്തിലുള്ള പ്രകാശം കാണും. ഇങ്ങനെ ഈ സപ്തവർണ്ണങ്ങളെയും നമുക്ക് വേർതിരിച്ചറിയാനാവും. ഈ സപ്തവർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും സ്വഭാവങ്ങൾ സമൂഹത്തിലേക്ക് കാണുമ്പോൾ നമുക്ക് ആ വ്യക്തിത്വത്തെ കുറിച്ച് തിരിച്ചറിയാനാവുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ അതിനു പിന്നിൽ പ്രകാശിക്കുന്നത് എന്താണ്? സപ്തവർണ്ണങ്ങൾ സമ്മേളിച്ച ധവളപ്രകാശമാണ്, സാക്ഷാൽ സൂര്യൻ്റെ പ്രകാശം. അവിടെ മറ്റ് സ്വഭാവങ്ങൾക്കനുസൃതമായ പ്രകാശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നതൊഴിച്ചാൽ ഈ ധവളപ്രകാശം എന്ന് പറയുന്നത് സമ്പൂർണമായും ഈ സപ്തവർണ്ണങ്ങളെയും ചാലിച്ച ഒരു സമ്പൂർണ്ണ പ്രകാശമാണ്. ആ സമ്പൂർണ്ണ പ്രകാശം എന്ന് പറയുന്നത് സമ്പൂർണ്ണ വ്യക്തിത്വമാണ്. അവിടെ അതിർവരമ്പുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവിധ വ്യക്തിബന്ധങ്ങളോ വ്യക്തിഭാവങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത സമ്പൂർണമായ വ്യക്തിത്വം, അതാണ് ധവള രൂപം. അതിനുടമയാണ് സാക്ഷാൽ ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ വ്യക്തിപ്രഭാവവും ഇത്രയും വലിയ എനർജിയും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. ഇതൊരു വാസ്തവമാണ്.